കൺകറൻസി കൺട്രോളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡെഡ് ലോക്ക് എന്താണ്, അതുപോലെ തന്നെ ടു ഫേസ് ലോക്കിംഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. അപ്പം നമ്മൾ ടു ഫേസ് ലോക്കിംഗ് പഠിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാകാതെ കൺകറൻസി കൺട്രോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിന് വേണ്ടിയുള്ള മറ്റൊരു ടെക്നിക്കാണ് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത് കൺകറൻസി കൺട്രോൾ ബേസ്ഡ് ഓൺ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് എന്നുള്ളതാണ്. നമുക്കറിയാം ടു ഫേസ് ലോക്കിംഗ് നമ്മൾ യൂസ് ചെയ്തപ്പോൾ പലതരത്തിലുള്ള ലോക്സ് നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ ഐറ്റത്തിനെ മുൻകൂട്ടി തന്നെ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ടാകണം ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷന് വീണ്ടും ഏതെങ്കിലും ഒരു ഡേറ്റ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചതാകാം. അപ്പം അങ്ങനെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു വെയിറ്റിങ്ങും അതോടുകൂടി തന്നെ ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ ഒരു ഡെഡ് ലോക്ക് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകാതെ തന്നെ നമുക്ക് എങ്ങനെ കൺകറൻസി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലാവുന്നത് മാറ്റി നമ്മൾ കൺസിസ്റ്റന്റ് സ്റ്റേറ്റിലോട്ട് ആക്കുന്ന ഒരു ടെക്നിക്കാണ് കൺകറൻസി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ഡേറ്റാബേസിനെ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്ന ടെക്നിക്കാണ് ടൈം സ്റ്റാമ്പ് ഓർഡർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ എന്താണ് ടൈം സ്റ്റാമ്പ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എന്താന്നുള്ള കാര്യം നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. A timestamp is a unique identifier created by the DBMS to identify a transaction. Typically, timestamp values are assigned in the order in which the transactions are submitted to the system. So, a timestamp can be thought of as the transaction start time. We will refer to the timestamp of transaction T as TS of T. But timestamp എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു യുണീക്ക് ഐഡന്റിഫയർ ആണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്, ഒരു വാല്യൂ ആണ്. ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറുമായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ട്രാൻസാക്ഷൻസ് ഒരുപാട് ഉണ്ടാകും ഒരു സിസ്റ്റത്തിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പം ആദ്യം വരുന്ന ട്രാൻസാക്ഷൻസിനായിരിക്കും ഏറ്റവും കുറവ് ടൈം സ്റ്റാമ്പ് വാല്യൂ കിട്ടുന്നത്. ഒരു 10 ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു സിസ്റ്റത്തിനകത്ത്. T1 തൊട്ട് T10 വരെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ T1 ആണ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനായിരിക്കും ഒന്നാമത്തെ ടൈം സ്റ്റാമ്പ് വാല്യൂ കിട്ടുക. T2 ആണ് രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനായിരിക്കും തൊട്ടടുത്ത ടൈം സ്റ്റാമ്പ് വാല്യൂ കിട്ടുക. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് T10 ആവുമ്പോഴത്തേക്കും T10ന് ഏറ്റവും കൂടിയ ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഇനി ആ ടൈം സ്റ്റാമ്പിന്റെ ബേസിലായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. ഏറ്റവും കുറവ് ടൈം സ്റ്റാമ്പ് വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻ ഏതാണോ ആ ട്രാൻസാക്ഷൻ ആയിരിക്കും ഏറ്റവും ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഓൾഡർ ട്രാൻസാക്ഷൻ എന്നും അത് കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ യങ്ങർ ട്രാൻസാക്ഷൻ എന്നുമാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് T1 T2 എന്ന് പറഞ്ഞ് 2 ട്രാൻസാക്ഷൻസ് എടുക്കുക. T1 ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിനാണ് ടൈം സ്റ്റാമ്പ് വാല്യൂ കുറവെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ T1നെ ഓൾഡർ ട്രാൻസാക്ഷൻ എന്നും T2 ആണ് അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. T1 കമ്പയർ ചെയ്യുമ്പോൾ T2ന് ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ T2നെ യങ്ങർ ട്രാൻസാക്ഷൻ എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ ഓൾഡർ യങ്ങർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ടൈം സ്റ്റാമ്പ് വാല്യൂ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ട്രാൻസാക്ഷന്റെ സ്റ്റാർട്ടിംഗ് ടൈമുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ ടൈം സ്റ്റാമ്പിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് TS എന്ന് പറയുന്നത്. TS ഓഫ് T എന്ന് പറഞ്ഞാൽ T എന്ന് പറയുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ടൈം സ്റ്റാമ്പ് നമ്മൾ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ഡെഡ് ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈം സ്റ്റാമ്പ് ബേസ് ചെയ്തുള്ള ഒരു കൺകറൻസി കൺട്രോൾ ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഒരിക്കലും ഒക്കർ ചെയ്യുകയില്ല. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്കവറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണത്തില്ല. റിക്കവറി ഈസി ആയിരിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടായാൽ ട്രാൻസാക്ഷന്റെ റിക്കവറി എന്ന് പറയുന്നത് ഈസി ആകത്തില്ല. Timestamps can be generated in several ways. One possibility is to use a counter that is incremented each time its value is assigned to a transaction. The transaction timestamps are numbered 1,
2, 3, etc. in the scheme. A computer counter has a finite maximum value, so the system must periodically reset the counter to 0 when no transactions are executing for some short period of time. Another way to implement timestamps is to use the current date or time value of the system clock and ensure that no two timestamp values are generated during the same tick of the clock. അപ്പോൾ ടൈം സ്റ്റാമ്പുകൾ നമുക്ക് രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ലോജിക്കൽ കൗണ്ടർ യൂസ് ചെയ്തുകൊണ്ട്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡേറ്റ് ടൈം, സിസ്റ്റത്തിന്റെ ഡേറ്റ് ടൈം വാല്യൂ യൂസ് ചെയ്തുകൊണ്ട്. അപ്പൊ കൗണ്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ലോജിക്കൽ കൗണ്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈം സ്റ്റാമ്പിന്റെ വാല്യൂ പോകുന്നത് 1, 2, 3 എന്നുള്ളൊരു രീതിയിലായിരിക്കും. ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷന് 1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നു, രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുന്നത് 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നു. അങ്ങനെ യങ്ങർ ആകും തോറും, യങ്ങർ ട്രാൻസാക്ഷൻസ് വരും തോറും ടൈം സ്റ്റാമ്പിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ കൗണ്ടറിന് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലിമിറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു 15 ആണ് വെക്കുന്നതെങ്കിൽ 15 കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ്ടും വരുന്ന ട്രാൻസാക്ഷന് 1 തൊട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ഫൈനൈറ്റ് വാല്യൂ ലിമിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ കുറച്ച് സമയം ഏതെങ്കിലും ഒക്കെ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാതെ ഒരു റെസ്റ്റിംഗ് ടൈം വരികയാണെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ ഈ ലോജിക്കൽ കൗണ്ടറിനെ റീസെറ്റ് ചെയ്ത് വെക്കുന്നത്, 0 ആയിട്ട് റീസെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ 1, 2, 3 എന്നുള്ള വാല്യൂ ആണ് നമ്മുടെ ട്രാൻസാക്ഷന് കിട്ടുന്നത്. 1 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനും, 2 അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, 3 അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അങ്ങനെ എത്ര ട്രാൻസാക്ഷൻസ് ഉണ്ടോ അത് വരെ ഈ കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് ഇരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ടൈം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിസ്റ്റം ക്ലോക്കിന്റെ ഡേറ്റ് ടൈം യൂസ് ചെയ്യുക. ഇപ്പൊ 9 മണിക്ക് ഒരു ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്നെങ്കിൽ ആ 9 എന്നുള്ള ടൈം ആ ട്രാൻസാക്ഷന് ടൈം സ്റ്റാമ്പ് ആയിട്ട് കൊടുക്കുക. 9:05 അടുത്തൊരു ട്രാൻസാക്ഷൻ വരുന്നതെങ്കിൽ 9:05 എന്നുള്ള ടൈം അടുത്ത ട്രാൻസാക്ഷന് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്, ടൈം കൂടിക്കൊണ്ടിരിക്കും, ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുക. യങ്ങർ ട്രാൻസാക്ഷൻസ് വരും തോറും അവരുടെ ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഒരു ടൈം തന്നെ ഒന്നിലധികം ട്രാൻസാക്ഷൻസിന് അസൈൻ ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള കാര്യം ശ്രദ്ധിക്കണം ഇവിടെ. ഇപ്പൊ ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ടൈം സ്റ്റാമ്പുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതം ആണ്. The idea for this scheme is to enforce the equivalent serial order on the transactions based on their time stamp. അപ്പൊ ഇവിടുത്തെ ഒരു വർക്കിംഗ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. നമ്മൾ പറഞ്ഞു കൺകറൻസി മെയിൻറ്റെയിൻ ചെയ്യാനാണെന്ന് പറഞ്ഞു. ഓരോ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ആണെങ്കിലും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ട്രാൻസാക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ സീരിയൽ ഷെഡ്യൂളും ഉണ്ട്, നോൺ സീരിയൽ ഷെഡ്യൂളും ഉണ്ട്. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ട്രാൻസാക്ഷൻസും ആ ഷെഡ്യൂളിനകത്തുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സീരിയൽ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നോൺ സീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഷെഡ്യൂളിംഗ് ആണ് നോൺ സീരിയൽ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതത്തിനകത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു ഷെഡ്യൂള് അതിന്റെ സീരിയൽ ഷെഡ്യൂളിന്റെ ഓർഡറിലായിരിക്കണം നമ്മുടെ ടൈം സ്റ്റാമ്പ് ബേസ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അതായത് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു ഷെഡ്യൂൾ, ഇപ്പൊ ഒരു 10 ട്രാൻസാക്ഷൻസ് ഉള്ള ഷെഡ്യൂൾ ആണെങ്കിൽ അതിന്റെ സീരിയൽ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കുക. 1 by 1 ആയിട്ടുള്ള സീരിയൽ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കുക. ആ ഓർഡറിലായിരിക്കണം നമ്മൾ ടൈം സ്റ്റാമ്പ് വാല്യൂ അതിനകത്ത് ഓരോ ട്രാൻസാക്ഷനും അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. സീരിയൽ ഷെഡ്യൂളിനകത്ത് ഒന്നാമത് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കണം ആദ്യത്തെ ടൈം സ്റ്റാമ്പ് വാല്യൂ കൊടുക്കേണ്ടത്. ആ ഷെഡ്യൂളിനകത്ത് തന്നെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കണം രണ്ടാമത്തെ ടൈം സ്റ്റാമ്പ് വാല്യൂ കൊടുക്കേണ്ടത്. അതായത് സീരിയൽ ഷെഡ്യൂളിനോട് ഈക്വലന്റ് ആയിരിക്കണം നമ്മുടെ ടൈം സ്റ്റാമ്പിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. സീരിയൽ ഷെഡ്യൂളുമായിട്ട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, ഡെഡ് ലോക്ക് ഉണ്ടാവുന്നില്ല, പക്ഷെ റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി ഈ അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് രീതിയിലുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂവും അതുപോലെ തന്നെ റൈറ്റ് ടൈം സ്റ്റാമ്പും. റീഡ് ടൈം സ്റ്റാമ്പും റൈറ്റ് ടൈം സ്റ്റാമ്പും. എക്സ് എന്ന് പറയുന്നതാണ് ഡേറ്റാബേസിനകത്തെ ഡേറ്റ ഐറ്റം എന്ന് വിചാരിക്കുക. ടി എസ് എന്ന് പറയുന്നത് നമ്മുടെ ടൈം സ്റ്റാമ്പ് വാല്യൂ. അപ്പൊ റീഡ് ടി എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന്റെ റീഡ് ചെയ്യുന്ന ഓപ്പറേഷനിലുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂ.
എന്ന് പറഞ്ഞാൽ the read timestamp of item X is the largest timestamp among all the timestamps of transactions that have successfully read item X, that is read TS of X equal to TS of T, where T is the youngest transaction that has read X successfully. അതായത് X എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിന്റെ റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു യങ്ങസ്റ്റ് ട്രാൻസാക്ഷൻസ് വരും തോറുമാണ് നമ്മുടെ ടൈം സ്റ്റാമ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ റീഡ് ചെയ്യുന്ന ഏറ്റവും ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്കറിയാം ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് റീഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും ഒരു ഡേറ്റ ഐറ്റത്തിന്റെ റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഇതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനെ സക്സസ്ഫുൾ ആയിട്ട് റൈറ്റ് ചെയ്ത ഏറ്റവും ലാസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ടൈം സ്റ്റാമ്പ് വാല്യൂ ഏതാണോ അതായിരിക്കും ആ ഒരു ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും യങ്ങസ്റ്റ് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് റിട്ടേൺ ചെയ്തത് എപ്പോഴാണോ ആ ഒരു ടൈം സ്റ്റാമ്പ്, ആ യങ്ങസ്റ്റ് ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും ഈ എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന് കിട്ടുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക.